കണ്ണൻ മറ്റു ഗോപികമാരുടെ കൂടെ നൃത്തം ചെയ്യുന്നത് സഖി രാധയ്ക്ക് നേരിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ രാധയ്ക്ക് ദുഃഖവും അമർഷവും ഇതൊക്കെ തോന്നിയെങ്കിലും കണ്ണനോടുള്ള അനുരാഗം അത് അടക്കി വെക്കാൻ രാധയ്ക്ക് കഴിഞ്ഞില്ല. രാധ ഓടിച്ചെന്ന് കണ്ണനെ കെട്ടിപ്പിടിച്ച് കണ്ണൻ്റെ മനോഹരമായ മുഖം തൻ്റെ 2 കൈകളിലും വാരിയെടുത്തിട്ട് പറയാണ്, കണ്ണ, എന്തു സുന്ദരമാണ് നിന്റെ ഈ മുഖം എന്ന് പറഞ്ഞിട്ട് അടുത്ത നിമിഷം തന്നെ അവിടുന്ന് ഇറങ്ങിപ്പോവുകയാണ്. രാധയെ നിൽക്കൂ എന്ന് കണ്ണന് പറയാൻ ഒരിട പോലും കൊടുക്കാതെയാണ് രാധ ഇറങ്ങിപ്പോയത്. എല്ലാവരും എന്തു ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിന്നു. രാധ കുറച്ചു നേരം നടന്ന് ഒരു വള്ളിക്കുടിലിൽ ചെന്നിരുന്നു. സഖിയും ഒപ്പമുണ്ട്. രാധ സഖിയോട് പറയാണ്, എന്നാലും കണ്ണന് എങ്ങനെയാണ് തന്നെ കൂടാതെ രാസക്രീഡ ചെയ്യാൻ സാധിക്കുന്നത്? എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കണ്ണനോട് എനിക്ക് ഒരു ദേഷ്യവുമില്ല. ഞാനുള്ളപ്പോൾ എൻ്റെ കൂടെ കണ്ണൻ നൃത്തം ചെയ്യുന്നതോർത്ത് എൻ്റെ മനസ്സ് കണ്ണനിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുകയാണ് സഖി എന്ന് പറയുന്നതാണ് 5ാമത്തെ അഷ്ടപതി. ഈ അഷ്ടപതിയിലെ ഓരോ പദത്തിലും തന്നോടൊപ്പം രാസക്രീഡ ചെയ്തിരുന്ന കണ്ണൻ്റെ പലതരത്തിലുള്ള വിലാസങ്ങളെ ഓർക്കുകയാണ് രാധ. പുതുമേഘം പോലെ സുന്ദരനായ കണ്ണൻ്റെ അമൃതുപോലെ മധുരമായി ഒഴുകി വരുന്ന ഓടക്കുഴൽ നാദം, മയിൽപ്പീലി ചൂടിയിട്ടുള്ള മനോഹരമായ തലമുടിയും പല വർണ്ണങ്ങളിലുള്ള ആടയാഭരണങ്ങൾ ധരിച്ചിരിക്കുന്ന കണ്ണൻ മഴമേഘങ്ങളിൽ വിരിഞ്ഞ മഴവില്ല് പോലെ ശോഭിക്കുന്നു. കണ്ണൻ്റെ ചുവന്നു തുടുത്ത മൃദുലമായ ചുണ്ടുകൾ മനോഹരമായ മന്ദസ്മിതത്താൽ ശോഭിക്കുന്നു. പലതരത്തിലുള്ള രത്നങ്ങൾ പതിച്ച ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട് കണ്ണൻ. അതിൻ്റെ പ്രകാശം ഇരുട്ടിനെ നീക്കിക്കളയുന്നു. കണ്ണൻ്റെ നെറ്റിയിലെ ചന്ദനപ്പൊട്ട് കാർമേഘങ്ങൾക്കിടയിലൂടെ ചലിക്കുന്ന ചന്ദ്രനെ പോലും തോൽപ്പിക്കുന്നതാണ്. കണ്ണൻ തൻ്റെ മൃദുലമായ കൈകളാൽ ഗോപികമാരെ തൻ്റെ കരവലയത്തിലാക്കുമ്പോൾ ഗോപികമാർ ബലിഷ്ഠമായ കണ്ണൻ്റെ മാറിടത്തിൽ ചേർന്നങ്ങനെ നിൽക്കുന്നു. ബലിഷ്ഠമായ കണ്ണൻ്റെ മാറിടം പോലെ തന്നെ കണ്ണൻ്റെ ഹൃദയവും കല്ലുപോലെയാണ് എന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പോകും. എന്നാൽ കണ്ണൻ ഇപ്രകാരം ഗോപികമാരുടെയൊക്കെ കൂടെ നൃത്തം ചെയ്തുകൊണ്ട് നടക്കുന്ന വെറുമൊരാളല്ല. മുനിമാരാലും ദേവന്മാരാലും അസുരന്മാരാലും മനുഷ്യരാലുമെല്ലാം അനുഗമിക്കപ്പെടുന്നവനാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും തങ്ങളോടൊത്ത് രാസക്രീഡ ചെയ്യാൻ കണ്ണൻ സമയം കണ്ടെത്താറുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള കണ്ണൻ തന്നോടൊപ്പം രാസക്രീഡ ചെയ്യുന്ന സമയത്ത് തങ്ങളെ പലതരത്തിലുള്ള വിലാസങ്ങൾ കൊണ്ട് രസിപ്പിക്കുന്നതും ചിലപ്പോഴൊക്കെ തങ്ങളെ കളിയാക്കി ചിരിക്കുന്നതുമെല്ലാം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു സഖി. എൻ്റെ മനസ്സ് കണ്ണനോടുള്ള അനുരാഗം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് രാധ തന്നെ കൂടാതെ കണ്ണൻ രാസക്രീഡ ചെയ്തതിലുള്ള ആ ഒരു നിരാശ മൂലം സഖിയോട് പറയുന്നതായാണ് ഈ അഷ്ടപതിയിലുള്ളത്. ശ്രീ ജയദേവർ എന്ന എന്നാൽ വർണ്ണിക്കപ്പെട്ട കണ്ണൻ്റെ മദന മോഹന രൂപം പുണ്യവാന്മാരായ ആളുകൾക്ക് എല്ലായ്പ്പോഴും ഭഗവാന്റെ പാദസ്മരണയുണ്ടാകുന്നതിന് അനുയോജ്യമായതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അഷ്ടപതി അവസാനിക്കുന്നത്. സഞ്ചരധര സുധാ മധുരധ്വനി മുഖരിത മോഹനവംശം ചലിത ദൃഗഞ്ജല ചഞ്ചല മൗലിക പോല വിലോലവദംസം രാസേ ഹരിമിഹ വിഹിത വിലാസം സ്മരതി മനോ മമ കൃതപരിഹാസം സ്മരതി മനോ മമ കൃതപരിഹാസം ചന്ദ്രഗചാരുമയൂരശിഖണ്ഡക മണ്ഡലവലയിതകേശം പ്രചുര പുരന്ദര ധനുരനുരഞ്ജിതമേതുരമുദിര സുവേശം രാസേ ഹരിമിഹ വിഹിത വിലാസം സ്മരതി മനോ മമ കൃതപരിഹാസം സ്മരതി മനോ മമ കൃതപരിഹാസം ഗോപകദംബനിതം പവതി മുഖചുംബനലംബിതലോഭം
ബന്ധുജീവ മധുരാധര പല്ലവ കലിതധര സ്മിതശോഭം രാസേ ഹരിമിഹ വിഹിതവിലാസം സ്മരതി മനോ മമ കൃതപരിഹാസം സ്മരതി മനോ മമ കൃതപരിഹാസം വിപുലപുളകഭുജ പല്ലവ വലയിത വല്ലവയുവതി സഹസ്രം കരചരണോരസി മണിഗണഭൂഷണ കിരണവിഭിന്നതമീശ്രം രാസേ ഹരിമിഹ വിഹിതവിലാസം സ്മരതി മനോ മമ കൃതപരിഹാസം സ്മരതി മനോ മമ കൃതപരിഹാസം ജലതപടല ജലദിന്ദുവിനിന്ദക ചന്ദനതിലകലലാടം പീനപയോധര പരിസരമർദ്ദന നിർദയ ഹൃദയ കവാടം രാസേ ഹരിമിഹ വിഹിതവിലാസം സ്മരതി മനോ മമ കൃതപരിഹാസം സ്മരതി മനോ മമ കൃതപരിഹാസം മണിമയ മകര മനോഹര കുണ്ടല മണ്ഡിത ഗണ്ഡമുദാരം പീതവസന മനുഗത മുനി മനുജ സുരാസുരവര പരിവാരം രാസേ ഹരിമിഹ വിഹിതവിലാസം സ്മരതി മനോ മമ കൃതപരിഹാസം സ്മരതി മനോ മമ കൃതപരിഹാസം വികജകദംബതലേ മിളിതം കലികലുഷഭയം ശമയന്തം മമപി കിമപി തരംഗദനംഗ ദൃശാവപുഷാ രമയന്തം രാസേ ഹരിമിഹ വിഹിതവിലാസം സ്മരതി മനോ മമ കൃതപരിഹാസം സ്മരതി മനോ മമ കൃതപരിഹാസം ശ്രീജയദേവ ഫണിതമതിസുന്ദര മോഹനമധുരിപുരൂപം ഹരിചരണ സ്മരണം പ്രതി സംപ്രതി പുണ്യവതാമനുരൂപം ഹരിചരണ സ്മരണം പ്രതി സംപ്രതി പുണ്യവതാമനുരൂപം പുണ്യവതാമനുരൂപം കൃഷ്ണ പുണ്യ